തേജുവിൻ്റെ ആനുവൽ ഡേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ആനുവൽ ഡേ എന്ന് കേട്ടാൽ എനിക്ക് പറയാൻ ഒരു സ്റ്റോറി ഉണ്ട്. തേജുവിന് ഞങ്ങളുടെ സാഹചര്യം കാരണം 2 വയസ്സിൽ ഡേ കെയറിൽ ആക്കേണ്ടി വന്നിരുന്നു. വളരെ വിഷമത്തോടെ ആക്കേണ്ടി വന്നെങ്കിലും ആരില്ലാത്തവന് ദൈവം തുണ എന്ന് പറഞ്ഞതുപോലെ കുറേ മാലാഖമാരുടെ കൈകളിലേക്കാണ് ഞങ്ങൾ അവളെ ഏൽപ്പിച്ചത്. 2 വയസ്സിൽ ഒരു കുഞ്ഞ് സംസാരിച്ചൊക്കെ തുടങ്ങും നോർമലി. ബട്ട് തേജു അപ്പോഴൊരു 2-3 വേർഡ്സ് മാത്രമേ പറയുള്ളായിരുന്നു. കിഡ്സ് വേൾഡിൽ ചേർന്നൊരു 1 മന്തിൻ്റെ അകത്ത് അവൾ നന്നായി സംസാരിച്ച് തുടങ്ങിയേ. മനസ്സിൽ ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു പിഞ്ചു കുഞ്ഞിനെ ഒറ്റയ്ക്ക് ആക്കുന്നതിൽ. ബട്ട് അവിടെ CCTV ഉള്ളത് കൊണ്ട് നമുക്ക് ഫോണിൽ എപ്പോഴും അവളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോൾ നോക്കിയാലും കരച്ചിലൊന്നുമില്ല, ഒറ്റയ്ക്ക് കുറച്ച് ടോയ്സൊക്കെ എടുത്ത് മാറിയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു എൻ്റെ തേജു. ഒരു ആനുവൽ ഡേ ടൈമിൽ തേജു ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാനായിട്ട്. എനിക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അന്ന് അവളുടെ പെർഫോമൻസ് കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഒരു റിസർവ്ഡ് കുട്ടിയെ ഇത്രയും എനർജറ്റിക് ആയ കോൺഫിഡൻ്റ് ആയ കുട്ടിയാക്കി മാറ്റിയതിൽ കിഡ്സ് വേൾഡിന് വലിയൊരു പങ്കുണ്ട്. ടാലൻ്റ് ഉണ്ടായാൽ മാത്രം പോരല്ലോ, അത് വേണ്ട പോലെ പ്രോത്സാഹിപ്പിക്കാനും കോൺഫിഡൻസോടെ പ്രകടിപ്പിക്കാനും കഴിയുമ്പോഴാണ് അതൊരു റെലവൻ്റ് ആയി മാറുള്ളൂ. ഇത് തേജുവിൻ്റെ തേർഡ് സ്റ്റാൻഡേർഡിലെ ആനുവൽ ഡേ സ്റ്റേജാണ്. ആസ് യൂഷ്വൽ അവൾ കലക്കി. ഹാറ്റ്സ് ഓഫ് തേജു. അപ്പോൾ ഡേ കെയറിൽ കുഞ്ഞുങ്ങളാക്കേണ്ടി വന്ന ഒരു പേരൻസും വിഷമിക്കേണ്ട. അവർ വീട്ടിൽ വളർന്നതിൻ്റെ ഇരട്ടി കോൺഫിഡൻസോടെ വളർന്നു വരും. See you by next video. Bye bye.